Malaysian 370. Malaysian 370, contact Ho Chi Minh 120.9. Good night. Good night, Malaysian 370. ഗുഡ് നൈറ്റ് മലേഷ്യൻ 370. 6 മണിക്കൂർ ദൂരം താണ്ടാനുണ്ടായിരുന്ന മലേഷ്യൻ എയർലൈൻസിന്റെ ബോയിങ് 777 MH370 എന്ന വിമാനത്തിൽ നിന്ന് അവസാനമായി ലോകം കേട്ടത് വെറും 6 വാക്കുകൾ അവസാനിച്ച ഈ സന്ദേശമാണ്. 2014 മാർച്ച് 8-ന് ദക്ഷിണ മലേഷ്യയിലെ കോലാലംപൂർ വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലെ ബെയ്ജിങ്ങിലേക്ക് യാത്ര തിരിച്ച ആ വിമാനം ഇന്നും കാണാമറയത്താണ്. 227 യാത്രക്കാർ, 12 ജീവനക്കാർ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ തിരോധാനത്തിന് 10 വയസ്സായിരിക്കുന്നു. മാർച്ച് 8-ന് അർദ്ധരാത്രി 12:41-നാണ് MH370 ടേക്ക് ഓഫ് ചെയ്യുന്നത്. പുലർച്ചെ 1:01-ന് ഫ്ലൈറ്റ് ക്രൂയിസ് ആൾട്ടിറ്റ്യൂഡായ 35,000 അടി ഉയരത്തിലെത്തുന്നു. 1:08-ന് വിമാനം മലേഷ്യൻ തീരം കടന്ന് വിയറ്റ്നാമിന്റെ ദിശയിലേക്ക് പുറപ്പെട്ടു. 1:19-ന് കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോൾ പരിധിയിൽ വിമാനം എത്തുന്നു. 1:21-ന് വിയറ്റ്നാമീസ് വ്യോമാതിർത്തിയിലായ വിമാനം 37 സെക്കൻഡുകൾക്ക് ശേഷം റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഒരു വിമാനം ചെക്ക് ഇൻ ചെയ്യാൻ 5 മിനിറ്റിലധികം വൈകിയാൽ പുറപ്പെട്ട രാജ്യത്തെ അറിയിക്കണം എന്ന അന്താരാഷ്ട്ര നിയമം ആ ഞെട്ടലിൽ പാലിക്കാൻ വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോളിന് കഴിഞ്ഞില്ല. വിമാനവുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ അവർ തുടർന്നു. ആ ശ്രമം മണിക്കൂറുകളോളം നീണ്ടു. സമയം പുലർച്ചെ 6:32 ബോയിങ് 777 MH370 എന്ന വിമാനം ദക്ഷിണ ചൈന സമുദ്ര പരിധിയിലെ ഗൾഫ് ഓഫ് തായ്ലൻഡിന് മുകളിലൂടെ പറക്കവേ അപ്രത്യക്ഷമായിരിക്കുന്നുവെന്ന വാർത്ത ലോകമറിഞ്ഞു. ബ്രിട്ടീഷ് ഉപഗ്രഹമായ ഇമ്മർസാറ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങളനുസരിച്ച് വിമാനം ദിശ മാറിപ്പോയ റൂട്ട് കണ്ടെത്തി. മലേഷ്യൻ അതിർത്തി കടന്ന വിമാനം വടക്ക് കിഴക്കുള്ള ബെയ്ജിങ്ങിന്റെ ഭാഗത്തേക്ക് പോകാതെ തെക്കു പടിഞ്ഞാറ് മലേഷ്യൻ അർദ്ധദ്വീപിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. മലായ ദ്വീപിന് മുകളിലൂടെ പറന്ന് പെനാങ് ദ്വീപിനെ ചുറ്റി മലാക്ക കടലിന് മുകളിലൂടെ ഇന്ത്യൻ മഹാസമുദ്രം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. ശേഷം വിമാനം വൻ വേഗത്തിൽ താഴേക്ക് കുതിച്ചു. ഇമ്മർസാറ്റിന് 9:15 അവസാന കമ്മ്യൂണിക്കേഷനും നഷ്ടമായി. വിവിധ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തെരച്ചിൽ ഏറ്റെടുത്തു. 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിലും 4.5 കിലോമീറ്റർ വരെ ആഴത്തിലും ആളില്ലാ മുങ്ങിക്കപ്പലുകളുടെയും അത്യാധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളുടെയും സഹായത്തോടെയായിരുന്നു ആ തെരച്ചിൽ. മലേഷ്യൻ വിമാനത്തിൻ്റെതെന്ന് കരുതുന്ന അവശിഷ്ടം ആദ്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ടെത്തിയത് 1.25 വർഷത്തിന് ശേഷമാണ്. എന്നിട്ടും വിമാനത്തിൻ്റെ മുഖ്യഭാഗം കണ്ടെത്താനായില്ല. വിമാനത്തിൽ എന്ത് സംഭവിച്ചുവെന്ന നിർണായക വിവരം നൽകാൻ കഴിയുന്ന ബ്ലാക്ക് ബോക്സും എവിടെയോ മറഞ്ഞു കിടക്കുന്നു. വിമാനാപകടമുണ്ടായാൽ തെരച്ചിലിൻ്റെ ഉത്തരവാദിത്തം സംഭവം നടന്ന സ്ഥലം ഉൾപ്പെടുന്നതോ അതിന് സമീപമുള്ളതോ ആയ രാജ്യം ഏറ്റെടുക്കണമെന്നാണ് രാജ്യാന്തര നിയമം. മലേഷ്യൻ വിമാനം തകർന്നു വീണതായി കരുതുന്നത് ഓസ്ട്രേലിയയ്ക്ക് സമീപമാണെന്ന നിഗമനത്തിൽ ആ രാജ്യമാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയത്. മലേഷ്യയ്ക്ക് പുറമെ ഏറ്റവും അധികം യാത്രക്കാരെ പ്രതിനിധീകരിക്കുന്ന രാജ്യമെന്ന നിലയിൽ ചൈനയും അതിൽ മുഖ്യ പങ്കാളിയായി. ഇന്ത്യ ഉൾപ്പെടെ മറ്റൊട്ടേറെ രാജ്യങ്ങളും വിമാനങ്ങളും കപ്പലുകളും സഹിതം സഹകരിച്ചു. മൊത്തം $16 കോടി ചെലവായി. അതായത് 1326 കോടി 36 ലക്ഷം ഇന്ത്യൻ രൂപ.